സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നമ്മൾ നമുക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും ടൈം സ്പെൻഡ് ചെയ്യാറില്ല. എപ്പോഴും ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ച് ബാക്കിയുള്ളവർക്ക് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരൊക്കെ അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാത്ത എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ എന്ത് കരുതും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് മാത്രം ഇവരൊക്കെ ചിന്തിക്കുന്നത്. ബാക്കിയുള്ളവർ എന്ത് കരുതും എന്നതിലുപരി നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് മേജർ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. ബാക്കിയുള്ളവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവരവർ ജീവിക്കട്ടെ. അങ്ങനെയല്ലേ ഈ ലോകം. സത്യത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചാൽ നമുക്ക് വേണ്ടി ബാക്കി ആരും ജീവിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കട്ടെ. അപ്പോൾ ഈ നാട്ടിലെ ഡിപ്പെൻഡൻസ് കുറയും, നമുക്ക് സ്വതന്ത്രതയും കിട്ടും. ഡിപ്പെൻഡൻസ് കൂടുമ്പോഴാണ് കമ്മിറ്റ്മെൻറ്റ്സ് കൂടുന്നത്. കമ്മിറ്റ്മെൻറ്റ്സ് കൂടുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിൽക്കട്ടെ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഡേ എങ്ങനെ ക്വാളിറ്റി ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇരിക്കുന്ന ഈ സാധനം കണ്ടോ, ഇതിൽ കുറച്ച് മണ്ണൊക്കെ നട്ട് ഒരു ചെടിയൊക്കെ നട്ട് അവിടെ ഇങ്ങനെ വെച്ചാലോ എന്നൊരു ഐഡിയ എൻ്റെ കുഞ്ഞു ബുദ്ധി കൂടെ കടന്നുപോയി. സോ ലെറ്റ്സ് മേക്ക് ദിസ് ഡേ ക്വാളിറ്റി വൺ. അങ്ങനെയൊക്കെ ചിന്തിച്ച് വലിയ വീമ്പിളക്കി ദേ പോണു ഞാൻ. അങ്ങനെ ചെന്നപ്പെട്ടതേ ചെടിയുടെ മൂട്ടിൽ. അവിടെ ചെന്ന് മണ്ണൊക്കെ നട്. സത്യം പറഞ്ഞാൽ ഐ എം നോട്ട് എ ഗാർഡൻ പേഴ്സൺ. എനിക്കിതിനെ പറ്റി യാതൊരു വലിയ ബോധമൊന്നുമില്ല. ബിക്കോസ് ഞാൻ ഈ ഗാർഡനിങ്ങിൽ വളരെ വീക്ക് പേഴ്സൺ ആണ്. അങ്ങനെ എന്നാലും കുറച്ച് ആത്മവിശ്വാസത്തോടെ ദേ മണ്ണൊക്കെ നടുകയാണ്. നാളെ എന്നോട് വന്നിട്ട് നട്ട ചെടി എന്തേ മോളേന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആര് നട്ടു, എപ്പോൾ നട്ടു, ദേ കണ്ടില്ലേ. ബാക്കി ആരോ നട്ടുവെച്ച ചെടിയിൽ നിന്നും ഞാൻ ദേ വളമൊക്കെ അടിച്ചു മാറ്റിയാണ്. നേരത്തെ പറഞ്ഞില്ലേ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, യാം ദാറ്റ് വൺ. അപ്പോൾ ദേ ആരോ നട്ട ചെടിയിൽ നിന്നും ഒരു ചെടി പിഴുതെടുത്ത് എൻ്റെ പോട്ടിൽ ഞാൻ ദേ നടുകയാണ്. ഇതും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പാർട്ടാണ്. അങ്ങനെ ദേ ചെടിയൊക്കെ നട്ട് ഇനി ഇതിന് വെക്കാൻ ഒരു ബെറ്റർ പ്ലേസ് കൂടെ കണ്ടെത്തണം. അങ്ങനെ നീണ്ട ആലോചനയ്ക്കൊടുവിൽ ഒരു പ്ലേസ് ഞാൻ കണ്ടെത്തി. അങ്ങനെ അവിടെ നേരത്തെ എവിടെയാണോ വരുന്നത് അവിടെ തന്നെ ഞാനത് കൊണ്ടുവച്ച് 2 ദിവസം കഴിയുമ്പോൾ മാറ്റാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ വെച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്തേക്കുക. ഇന്നിത് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഉമ്മ.